ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ റമദാൻ 8 അപ്പോൾ അതിലെ ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ പുട്ടാണ്, അതുപോലെ കടലക്കറിയും. അതിന് പുട്ടിനുള്ള മാവ് ഞാൻ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്തെ സ്ഥലത്തൊക്കെ നല്ലോണം മാങ്ങ ചെറുതാക്കി കട്ട് ചെയ്യുന്നുണ്ട് ഉപ്പിലിടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് സൺഡേ ആയിട്ട് ലീവാണ്, അപ്പോൾ ഓരോന്നും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്താ നമ്മുടെ കടലക്കറിയിലേക്കുള്ള തേങ്ങ ചെറിയുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ളത് തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നിഷ വന്നിട്ട് പിന്നെ നമ്മുടെ പുട്ടിലേക്കുള്ള തേങ്ങ അവൾ ചിരകിയാണ്. ആ നേരം കൊണ്ട് ഞാനിതാ നമ്മുടെ മസാലക്കറിയിലേക്കുള്ള തേങ്ങ അരച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതരച്ചിട്ട് വേണം നമുക്ക് എന്തെങ്കിലും നമ്മുടെ കറി റെഡിയാക്കി കൊണ്ട് എടുത്ത് വെക്കാൻ. അങ്ങനെ ഇതേ കറിയിലേക്കുള്ള അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ നമ്മുടെ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നല്ല പൊട്ടി പൊരിഞ്ഞിട്ട് നമ്മുടെ കറിയിലേക്ക് നേരെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പുട്ടുണ്ടാക്കണം. അപ്പോൾ ഇതേ നമ്മളെ പുട്ടിന് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറ്റിയിലേക്ക് നമ്മൾ പൊടിയും തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെന്താ നമുക്ക് പുട്ട് അങ്ങനെ പുഴുങ്ങിയെടുക്കുകയല്ല, പുട്ട് റെഡിയാക്കി എടുക്കുക. അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ആവിക്ക് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നേരെ വേറൊരു പാത്രത്തിലേക്ക് കുത്തി റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള പുട്ടും കൂടെ ചുട്ടെടുക്കാം. എന്താ നമ്മൾ കുക്കറിൽ നമ്മുടെ ഉരുളൻകിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് അത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലി നമുക്ക് എന്ത് ചെയ്യണം, കളഞ്ഞെടുക്കണം. അതിന് മുന്നേ അതൊന്ന് ചൂടാറണം, അല്ലാന്നുണ്ടെങ്കിൽ കൈയൊക്കെ പൊള്ളും കേട്ടോ. പിന്നെ എന്താ ഇവിടെ നമ്മൾ വലിയ ഉള്ളിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിൻ്റെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തൊലി കളഞ്ഞ ഉരുളൻകിഴങ്ങ്, തൊലി കളയുന്നേ ഉള്ളൂ, അത് കളഞ്ഞിട്ടുള്ള ഉരുളൻകിഴങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിനും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം ഓണം ഉണ്ടാക്കലൊന്നും എനിക്കറിയില്ല കേട്ടോ. ഉപ്പ ഇങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ബോണ്ട ഉണ്ടാക്കുന്നത്. തോനെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ കുറച്ച് ഐറ്റംസ് മാത്രമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പിന്നെന്താണ്, അതിനുശേഷം നമുക്കത് പൊരിച്ചെടുക്കാനുള്ള മാവും കൂടെ റെഡിയാക്കണം കേട്ടോ. അത് പിന്നെ അറിയാമല്ലോ, മൈദയും കടലമാവും അതുപോലെ ഉപ്പ് മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കണം. അങ്ങനെ തന്നെ നമ്മൾ വീണ്ടും അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ച് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ല, വെളിച്ചെണ്ണ ഒഴിക്കുക. അങ്ങനെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ ഓരോ ഉരുളകൾ എടുത്തിട്ട് നമ്മൾ കടലമാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ ഉരുളൻകിഴങ്ങ് ബോണ്ടനല്ല ഉരുളൻകിഴങ്ങ് ബോണ്ട ഇതേ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഉണ്ടാക്കിയ കാര്യത്തിൽ സക്സസ് ആയി കഴിഞ്ഞ് തിന്നു കഴിഞ്ഞാൽ അറിയാം എന്താണ് ഏതാണെന്നുള്ളതൊക്കെ. കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ബോണ്ട പൊരിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെ നമ്മൾ റെഡിയാക്കി എന്നുള്ളതൊന്ന് കണ്ടാലോ. അതിനെ നമ്മൾ പൊരിച്ചെടുത്ത ബോണ്ടതാ. പിന്നെ നമ്മളിത് ചുട്ടെടുത്തിട്ടുള്ള നമ്മുടെ പുട്ടാണെങ്കിൽ ഒരുപാട് ചുട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് എന്താണ്, നമ്മുടെ ബത്തക്ക, ചക്കരമത്തൻ, തണ്ണിമത്തൻ എന്നൊക്കെ പറയും. ഇത്രയും പീസാക്കി വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുന്തിരി. ഓക്കെ, പിന്നെ ബാക്കിയുള്ള പാത്രങ്ങൾ നിഷ കഴുകുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനത്തെ പിന്നെ കുറച്ച് പൊരിക്കറിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഉന്നക്കായി അല്ല, പക്ഷെ അതിൽ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ പേരെന്തോ ഓർമ്മ അറിയില്ല. പിന്നെ നമ്മളെ ബോണ്ട, സമൂസ, മുളക് ബജി, പിന്നെന്താണ്, പിന്നെ നമ്മൾ പഴത്തിൻ്റെ ഒരു കേക്ക് പോലത്തെ ഐറ്റംസ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചെറുനാരങ്ങൻ്റെ വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മക്കൾ ഇതാ ലേസൊക്കെ തിന്നുന്നുണ്ട്. അങ്ങനത്തെ നോമ്പ് തുറക്കാൻ എല്ലാവരും ടേബിളിൻ്റെ ചുറ്റും വന്നിരുന്നു കേട്ടോ. ഉപ്പി അൽത്താഫും യാൻമോനൊന്നും ഇല്ല, അവർക്കൊക്കെ പള്ളിയിൽ നോമ്പ് തുറയാണ്. ഇക്കാക്ക് വരാൻ ലേറ്റായി, അതുകൊണ്ടാണ് ഇക്കാക്ക് പള്ളിക്ക് പോകാൻ പറ്റാമെങ്കിൽ നോമ്പ് തുറക്കാൻ. അങ്ങനെ ബാങ്ക് കൊടുത്തു. ഇതേ നമ്മൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ. ആദ്യം കാരൊക്കെ തിന്നു, പിന്നെ വെള്ളം കുടിച്ച് അങ്ങനെ നോമ്പ് തുറന്നു. ഇനി എന്താണ്, നമ്മൾ പൊരിക്കടി ഐറ്റംസ് ഓരോന്ന് വരുന്നിട്ട് തിന്നാം. അതായത് എല്ലാവരും ഭയങ്കര തീറ്റിയിലാണ്. പൊരിക്കടിയും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് തിന്നേണ്ട തീറ്റിയിലാണ്. പിന്നെ അതായത് നമ്മുടെ ബത്തക്ക വെള്ളം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തരി ഉണ്ടാക്കിയിട്ടില്ല, അതിന് പകരം ബത്തക്ക വെള്ളമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ആ നോമ്പ് തുറക്കെ കഴിഞ്ഞ് എല്ലാവരും നിസ്കരിക്കാനൊക്കെ പോയി. നിസ്കാരം കഴിഞ്ഞ് വന്ന് ഇക്കാക്കി മക്കളതേ ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് വിശപ്പില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നിഷയൊക്കെ പിന്നെ നേരത്തെ കാലത്ത് നിന്നുകൊണ്ട് അവരൊന്നും വീഡിയോ എടുക്കണമെങ്കിൽ എനിക്ക് ഉൾപ്പെടുത്താനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ബത്തക്കൻ്റെ വെള്ളം, അതായത് ചക്കരമത്തൻ്റെ വെള്ളം ഉണ്ടായിരുന്നു, അത് കഴിക്കായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഐസിൻ മോനും എമ്മിമോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാനങ്ങനെ അത് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു.